Subscribe to my channel. നമ്മൾ അവിടെ ഇറങ്ങിയല്ലേ കാറ് നിർത്തി കഴുകുന്ന ആൾക്കാരൊക്കെ കഴിവുകളല്ല ഇപ്പൊ കുളിയാണ് നടക്കുന്നത്. ഇപ്പൊ ഒരു ബൈക്കാണ്. ഇപ്പൊ അടുത്ത സ്പോട്ട് തപ്പി നടക്കുകയാണ്. ഇപ്പൊ വന്നിട്ടുണ്ട്. സ്ഥിരം വന്ന സ്പോട്ടുകൾ അറിയുള്ളൂ. പല ഭാഗത്തും നമുക്ക് ഇറങ്ങി ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ തന്നെ നമുക്ക് ഇറങ്ങിയിട്ട് ഇരിക്കാം. മാക്സിമം നമ്മൾ നോക്കുന്നത് ആർക്കും എത്തിപ്പെടാത്ത സ്ഥലം കണ്ടുപിടിച്ച് എല്ലാവർക്കും പോകാൻ പറ്റിയൊരു ഇത് നമുക്ക് ശരിക്കും ഇങ്ങനെ പോയി നമുക്ക് അത് ആനക്കല്ല് വഴി പോയി വരാൻ പറ്റും. അപ്പോൾ പക്ഷേ മഴക്കാലത്ത് പറ്റില്ല. വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് ഡാമിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി അതിനങ്ങനെ കാണാം. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ ഒരു വഴിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൂടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാമല്ലോ. ഫുള്ള് കാടാട്ടോ, ഫുള്ള് കാട്. കാട്ടിനൂടെ നടക്കാൻ തന്നെ അതെ, നടക്കാൻ പറ്റുന്ന വഴികളൊക്കെ തന്നെയാണ്. ഇതും നല്ല പ്ലേസാണ്. ഇവിടെയും വന്നപ്പോൾ കപ്പിൾസൊക്കെ ഉണ്ട്. ഫാമിലിക്ക് വരാം, ഫാമിലിക്കും വന്ന് ഫാമിലി ആയാലും അതെ. ഇത്ര നന്നായിട്ടുണ്ടല്ലേ. ഇത് നല്ല പ്ലേസാണ്. എന്താ എല്ലാം ഈ കാട്ടിക്കൂടെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് മല, വെള്ളം, കാട്, മല, കുന്ന് പറഞ്ഞ പോലെ അതാണ് മൊത്തത്തിൽ. മലമ്പുഴ പറഞ്ഞത് തന്നെയാണ് സ്ഥലത്തിൻ്റെ പേര് തന്നെ. മലമ്പുഴ കാവ. മെയിൻ പ്ലേസിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, കാവയാണ് കേട്ടോ അത്. വേറെ സ്ഥലമാണ് വിചാരിക്കരുത്. കാവ തന്നെയാണ്. കാവലിൻ്റെ അകത്തുള്ള സ്ഥലം തന്നെയാണ്. അതല്ലേ. ഇങ്ങനെ ഇതിലൂടെ അങ്ങനെ പല വഴികളുണ്ട് കേട്ടോ. പല വഴിയിലൂടെ നമുക്ക് പല രീതിക്ക് ഇറങ്ങി പോകാൻ പറ്റും. പല വഴിയിലും പല കാഴ്ചകളുമാണ്. എല്ലാം കാടാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ സുഖമായി ഇങ്ങനെ നടക്കാം. കുറേ മരങ്ങളും. ഇനിയിപ്പോൾ നമ്മൾ വെയിലുള്ള സമയത്തൊക്കെ വന്നാലും വെയിലല്ലേ, വെയിൽ കൊള്ളില്ലേ, ചൂടല്ലേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫുള്ള് മരങ്ങളാണ്, ഫുള്ള് തണലാണ്. പിന്നെ ഇതാ ഇവിടെ മീൻ പിടുത്തമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഓരോ മീനൊക്കെ പിടിച്ച് വലയൊക്കെ പോയിട്ട് വലയൊക്കെ നഷ്ടപ്പെടും. ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. മീനുണ്ട് തോന്നാം, നല്ല മീനുകളുണ്ട്. ഡാമിലെ മീൻ എന്ന് പറഞ്ഞിട്ടില്ലേ. ഇതും നമ്മളിപ്പോൾ കാണിക്കുന്ന പ്ലേസുകൾ മീൻസിനൊക്കെ ജസ്റ്റ് ഒരു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒരു 500 മീറ്റർ 600 മീറ്റർ അപ്പുറത്തേക്കുള്ള ഇതാണ് അല്ലേ. അതെ, ഈ 500 മീറ്റർ കുറച്ച് അപ്പുറത്തേക്ക് വേറെ ലൊക്കേഷൻ ആയിരിക്കും. ഈ ലൊക്കേഷൻ അതായത് കാണാനുള്ളത് മീൻസ് ഈ വെള്ളവും ഈ മലയും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇരിക്കുന്ന പ്ലേസ് ആണെങ്കിലും അതിൽ വ്യത്യാസമുണ്ട് അല്ലേ. നമ്മളിപ്പം നേരത്തെ ഇതിന് മുന്നേ നമ്മൾ പോയ സ്ഥലത്ത് നമുക്ക് സുഖമായിട്ട് വെള്ളത്തിൽ കാല് വെച്ച് സുഖമായി ഇരിക്കാൻ പറ്റും അല്ലേ. പക്ഷെ ഇവിടെ നമുക്കങ്ങനെ വെള്ളത്തിൽ കാലിട്ടിരിക്കാനോ അങ്ങനെയുള്ള
സംഭവങ്ങളൊന്നും പറ്റൂല. നമുക്കിങ്ങനെ ദൂരെ നിന്ന് വെള്ളം കണ്ട് മലയും നോക്കി. അപ്പോൾ അവിടെ ഇങ്ങനെ മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെന്താ അവിടെ കുറേ പോത്ത് മേയുന്നുണ്ട്. അതില്ല നമുക്ക് അവിടെ എത്തിക്കാനല്ലേ. അതെ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവർക്ക് വീഡിയോ മീൻ പിടുത്തം നടക്കുന്നുണ്ട് നല്ലോണം അല്ലേ. ഒരാൾ വെള്ളത്തിൽ കൂടെ നീന്തി പോകുന്നുണ്ട്. ആളെ കിട്ടുമോ? അപ്പോൾ ഈ ഭാഗം ഇത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നുമില്ല. ഇവിടെ ഇരിക്കാതെ മീൻസ് അങ്ങനെ ഈ പാറകളിൽ കയറി ഇരിക്കുക. പക്ഷെ എനിക്ക് നടന്നു വന്ന വഴികളിൽ ഈ ഭാഗത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ ആ മരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി പോവല്ലേ. ഇവിടെ നിന്ന് പോയിട്ട് നെക്സ്റ്റ് പ്ലേസ് ഏതാണോ അവിടെ പോയിട്ട് ബാക്കി